ബഹല പട്ടണത്തിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ അകത്തുള്ള ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളും അതുമായിട്ട് ചേർന്നിട്ടുള്ള വീടുകളും പരിസരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ബഹല പട്ടണം സ്ഥിതി ചെയ്യുന്നത് തലസ്ഥാനമായ മസ്കറ്റിൽ നിന്നും ഏകദേശം 200 കിലോമീറ്റർ അകലെയാണ് ബഹല പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ബഹലയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് 13ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിരിക്കുന്ന ബഹല കോട്ട. ബഹല കോട്ട രാജ്യത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന കോട്ടയാണ് ബഹല കോട്ട. ബഹല പട്ടണം എന്ന് പറയുന്നത് BC 3000 കാലഘട്ടത്തിൽ തന്നെ ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ബഹല പട്ടണം. പുരാതന കാലങ്ങളിൽ ഇവിടെ പ്രധാനപ്പെട്ട ഒരു വ്യാപാരമായിരുന്നു കുന്തിരിക്കത്തിൻ്റെ കച്ചവടവും വിതരണവും എല്ലാം. ഈ ബഹല പട്ടണത്തോട് ചുറ്റിപ്പറ്റി നിരവധി കെട്ടുകഥകളും അങ്ങനെയുള്ളതെല്ലാം നിലനിൽക്കുന്നുണ്ട്. അതായത് ജിന്നുകളുടെയും കൂടോത്രത്തിൻ്റെയും മന്ത്രവാദത്തിൻ്റെ എല്ലാം ഈ ഉറവിടമായിട്ടാണ് ഈ ബഹല പട്ടണത്തിനെ കണക്കാക്കപ്പെടുന്നത്. ഇത് ഈ കാണുന്ന റോഡും ഈ പരിസരങ്ങളും മലകളെല്ലാം ഏകദേശം ബഹല പട്ടണത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ്. മഴ പെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പെട്ടെന്ന് തന്നെ നദി പോലെ രൂപപ്പെടും. അതിന് മുന്നറിയിപ്പാണ് ഈ ബോർഡും കാര്യങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. മഴ പെയ്യുന്ന സമയത്ത് പർവ്വതങ്ങളിലും അങ്ങനെ ചുറ്റും ഉള്ള വെള്ളങ്ങളെല്ലാം പെട്ടെന്ന് ഈ താഴ്വരയിലോട്ട് വന്ന് ചേരാറുണ്ട്. ഇതിപ്പോൾ ടൗണിനോട് ചേർന്ന് അടുത്ത് നിൽക്കുന്ന വീടുകളുണ്ട്. ഇതെല്ലാം വളരെ ആധുനിക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന വീടുകളാണ്. കുറച്ച് നമ്മൾ ഈ ബഹല പട്ടണത്തിലൂടെ തന്നെ അല്ലാതെ കുറച്ച് ഉൾഗ്രാമങ്ങളിലോട്ട് ചെല്ലുകയാണെങ്കിൽ മൺവീടുകളും അങ്ങനെ പുരാതന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന വീടുകളെല്ലാം നമുക്ക് നിരവധി കാണാൻ കഴിയും. അതിനെല്ലാത്തിനും തന്നെ ഏകദേശം 100 വർഷത്തിലധികം പഴക്കങ്ങളുമുണ്ട്. ഈ ബഹല പട്ടണത്തിന് അല്ലെങ്കിൽ ബഹലയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ് ബഹല പോർട്ട്. ബഹല പോർട്ടിന് ഏകദേശം 1000 വർഷത്തോളം പഴക്കമുള്ള ഒരു പോർട്ടാണ് ഈ ബഹല പോർട്ട്. അതുകൂടാതെ തന്നെ മെയിൻ ഒരു ആകർഷണം അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റുകളുടെ മെയിൻ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ ബഹല പോർട്ട്. കാണുന്ന നല്ല വീടുകളുണ്ടോ? ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഈ കാണുന്നതെല്ലാം ടൈലറിങ് ഷോപ്പ്, സൈക്കിൾ ഷോപ്പ് അങ്ങനെയുള്ളതെല്ലാം. കോഫി ഷോപ്പുണ്ട്. നേരെ കാണുന്ന റോഡ് ബഹല നിസ റോഡാണ് കേട്ടോ, അല്ലെങ്കിൽ അൽഹംറ ബഹല കണക്ട് ചെയ്യുന്ന റോഡാണ് ഈ നേരെ കാണുന്ന ഹൈവേ. ഈ കാണുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായിട്ടുള്ള ജിമ്മാണ് കേട്ടോ. അവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല. ഈ റോഡ് നേരെ കയറി ചെല്ലുന്നത് അൽഹംറ ബഹല റോഡ് അല്ലെങ്കിൽ ബഹല നിസ റോഡാണ്. ഈ കണക്റ്റിംഗ് ഹൈവേ ആണ് ഈ നേരെ കാണുന്നത്. ബഹലയിൽ നിരവധി ഷോപ്പിംഗ് കോംപ്ലക്സുകളും ഹൈപ്പർ മാർക്കറ്റും അങ്ങനെയുള്ളതെല്ലാം നിരവധി ഉണ്ട് കേട്ടോ. അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, പ്രൈവറ്റ് ഉണ്ട്, സ്കൂളുകളുണ്ട്. സ്കൂളുകൾ ഗവൺമെൻറ്റും ഉണ്ട്, പ്രൈവറ്റും ഉണ്ട്. നിരവധി ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പുകൾ അങ്ങനെയുള്ളതെല്ലാം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. കാണുന്നത് റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു പള്ളിയാണ് കേട്ടോ. അതിനോട് ചേർന്ന് തന്നെ ഒരു ഓഡിറ്റോറിയം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ തന്നെ ഈ ബഹലയിലെ തന്നെ ഏറ്റവും വലിയ പള്ളിയാണിത്.
ഇവിടെ നിന്ന് ഏകദേശം നിസ്സയ്ക്ക് ഏകദേശം 40 കിലോമീറ്റർ ഉണ്ട് ദൂരമുള്ളത്. അതുപോലെ തന്നെ മിസ്ഫാത്ത്, അല്ലബ്രൈൻ എന്ന് പറയുന്ന സ്ഥലം, ജബൽ ഷംസ്, പിന്നെ ഹൂത്ത കേവ്, അൽ ഹൂത്ത കേവ് എന്നീ പറയുന്ന ടൂറിസ്റ്റ് സ്പോട്ടുകളെല്ലാം ഇവിടെ നിന്ന് അടുത്താണ്. ജബൽ ഷംസിലാണ് കുറച്ച് ദൂരമുള്ളത്. ഇവിടെ ഏകദേശം ഇവിടെ നിന്ന് ഒരു 40 കിലോമീറ്റർ അകലെയാണ് ജബൽ ഷംസ്. ഇവിടെ കൂടുതലും ഈ ബഹലയിൽ കൂടുതലും നമുക്ക് മലകളും പർവ്വതങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ. ബഹലാപട്ടണം വളരെ പ്രധാനപ്പെട്ട ആ ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചിട്ടുള്ള ഒരു സ്ഥലമുണ്ട് ഈ ബഹലാപട്ടണം. വളരെ പെട്ടെന്ന് വികസിച്ച ഒരു പട്ടണമാണ് ഈ ബഹലാപട്ടണം. ബഹല എന്ന് പറയുന്നത് നിരവധി ടൂറിസ്റ്റ് സ്പോട്ടുകൾ അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള ഒരു പട്ടണമാണ് ഈ ബഹലാപട്ടണം കേട്ടോ. ഇവിടെ വർഷങ്ങൾക്ക് മുൻപ് ജോലി എടുത്തവർക്കെല്ലാം ഈ സ്ഥലങ്ങളും പരിസരങ്ങളും ഇന്നത്തെ രീതിയിൽ കാണാൻ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില വീഡിയോകളുടെ കമൻറ്റിൽ കാണാറുണ്ട് ഏകദേശം 20-25 വർഷത്തോളം ഇവിടെ വർക്ക് ചെയ്തിട്ട് നാട്ടിൽ പോയി സെറ്റ് ചെയ്തിരിക്കുന്ന ചേട്ടന്മാരും അവരങ്ങനെയുള്ളവരുടെയൊക്കെ കമൻറ്റ് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇന്നത്തെ ഒരവസ്ഥയിലുള്ള സ്ഥലങ്ങളും പരിസരങ്ങളും കാണാൻ ഈ വീഡിയോ ഒരു ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിപ്പോൾ സന്ധ്യാസമയം ആവുന്നതേ ഉള്ളൂ. ഏകദേശം ഇവിടെ ടൈം ഇപ്പോൾ 5:30 കുറച്ചുകൂടി കഴിയുകയാണെങ്കിൽ ഇവിടെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈ റോഡുകളിലെല്ലാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്.